അപ്പോൾ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ചേട്ടന് മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയത് ഞാനല്ലേ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ദളിത് യുവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട മോശം അനുഭവത്തെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റി? അങ്ങ് കാശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ മതം ചോദിച്ച് നമ്മുടെ സഹോദരന്മാരെ കൊന്നു തള്ളിയപ്പോൾ താങ്കൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റി? അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കുറച്ചധികം സന്ദർഭങ്ങളിൽ താങ്കൾ മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. താങ്കൾക്ക് അതിനെപ്പറ്റി മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അതേ വികാരം തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ഒരു സമൂഹം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന രാമനെയും ജയ് ശ്രീറാം എന്ന വാചകത്തെയും താങ്കൾ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്കും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. ഇനിയും ഇതേ ജാതിക്കാടിറക്കി സഹതാപം പിടിച്ചുപറ്റി വളരാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ ആയിക്കോളും. കുറഞ്ഞപക്ഷം മറ്റുള്ളവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മോശമായി ചിത്രീകരിക്കാതിരിക്കുക. പാണനല്ല പറയനല്ല എന്നൊക്കെ പറയുന്ന പാട്ടുകൾ താങ്കൾ ഇറക്കേണ്ടിയിരുന്നത് 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ അതിന് പ്രസക്തിയില്ല. ഉണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാളും ആനുകൂല്യങ്ങളും നിയമസംരക്ഷണവും ഒക്കെ നേടിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ പാണനല്ല പറയനല്ല പിന്നോക്ക ജാതിക്കാരനല്ല എന്നൊക്കെ പാടാനുള്ള ധൈര്യമുണ്ടോ? അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനും പാണനല്ല പറയനല്ല, നീ ദളിതനുമല്ല. ആണെങ്കിൽ എനിക്കൊരു മൈ ഇല്ല.